സമ്മർ സീസണിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന 7 സമ്മർ എസെൻഷ്യൽസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് പെർഫ്യൂംസ് ഓർ ഡിയോഡറൻറ്റ്. പെർഫ്യൂംസ് എന്ന് പറയുന്നത് പൊതുവെ വളരെ കോസ്റ്റ്ലിയും, എന്നാൽ ഡിയോഡറൻറ്റ് വളരെ അഫോർഡബിളും ബജറ്റ് ഫ്രണ്ട്ലിയുമായിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ സമ്മറിൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യമെന്ന് പറയുന്നത് ഡിയോഡറൻസ് ആണ്. പെർഫ്യൂംസ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഓർഡർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ ഡിയോഡറൻസ് ആണെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ സമ്മറിൽ സ്വെറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി അതിന് കണക്കായിട്ടുള്ളൊരു ഓർഡർ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെർഫ്യൂംസിന് പകരം നമുക്ക് ഡിയോഡറൻസ് സമ്മർ സീസണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിയോഡറൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഡർ കൺട്രോൾ പോസിബിൾ ആണ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും ഡിയോഡറൻസിന് സാധിക്കില്ല. നമ്മുടെ ബോഡി സ്വെറ്റി ആയിട്ട് തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഡിയോഡറൻസിന് നമ്മുടെ ഓർഡർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ വളരെയധികം സ്റ്റിങ്കി ആയിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല ഒരു ഓർഡർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഡിയോഡറൻസ് നമ്മൾ ഒരുപാടധികം സഹായിക്കും. ഈ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് ചോദിച്ചതിനുള്ള ഒരു ഉത്തരം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹെയർ ഫോൾ എന്ന പ്രോബ്ലം ഉള്ളവർ റീഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ട് ഓയിൽസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡോക്ടർ ഹെർബലിൻ്റെ ഹെയർ റീഗ്രോത്ത് ഓയിൽ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഈ ഒരു ഹെയർ റീഗ്രോത്ത് ഓയിൽ തയ്യാറിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിലായി ലഭിക്കുന്ന ഹെർബ്സ് ഐറ്റംസിനെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഓയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് 100% ഹെർബൽ ഹെയർ ഓയിൽ ആണ് എന്നുകൂടി പറയാവുന്നതാണ്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി 50 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വിസിബിൾ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ലൈറ്റ് ആയിട്ട് ഈ ഓയിൽ കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് ഏരിയയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ഇതിനെ വാഷ് കൂടി ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ഒരു 50 ദിവസത്തേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജെനറ്റിക്സ് ഒരു സൈഡായി ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കും. ഇതിനെപ്പറ്റി നമ്മളുടെ തമിഴ് ചാനലിൽ കൂടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരുന്നു. സോ എനിവേ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഇന്നർ ഗാർമെൻറ്റ്സ് ആണ്. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈജീന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നർ ഗാർമെൻറ്റ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ആലോചിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഒരുപാട് അധികം ഇന്നർ ഗാർമെൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള ബ്രീഫ്സ്, ട്രങ്ക്സ്, ബോക്സർ ബ്രീഫ്സ് എല്ലാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ സമ്മർ സീസണിൽ ബ്രീഫ്സ് വെയർ ചെയ്യുന്നത് ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബോക്സർ ബ്രീഫ്സോ അല്ലെങ്കിൽ ബോക്സേഴ്സോ വെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ ഗാർമെൻറ്റ്സ് എല്ലാം തന്നെ പ്യുവർലി കോട്ടൺ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. നൈലോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന് പകരം 100% കോട്ടണുള്ള പ്യുവർ ഫാബ്രിക്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സമ്മർ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. നമുക്കറിയാം ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു സമയത്ത് ഒരുപാട് അധികം ആക്നെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് വളരെയധികം ക്ലീൻ ആയിട്ട് വയ്ക്കാൻ നമുക്ക് ഒരു ഫേസ് വാഷ് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. ഫേസ് വാഷ് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ജെൻറ്റലായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷ് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ സ്കിൻ ടൈപ്പ് കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് തിരഞ്ഞെടുക്കേണ്ടത്. ഫേസ് വാഷ് എപ്പോഴും ദിവസം 2 നേരം അല്ലെങ്കിൽ 3 നേരം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്രത്തോളം നമ്മുടെ ഫേസ് ക്ലീൻ ആയി വെക്കുന്നോ അത്രത്തോളം നമുക്ക് ആക്നീസും പിമ്പിൾസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ സമ്മർ എസെൻഷ്യൽ എന്ന് പറയുന്നതും സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. സൺസ്ക്രീൻ ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സമ്മർ സീസണിൽ കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴൊക്കെ അത് സമ്മറിലായാലും അല്ലാത്ത കാലത്തായാലും നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കേണ്ടതുണ്ട്. എന്നാൽ സമ്മർ സീസണിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യേണ്ടതാണ്. സൂര്യരശ്മികളിലെ UV റേസ് കാരണം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് അധികം പ്രശ്നങ്ങൾ വരും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഡീകളറേഷൻ, റിങ്കിൾസ്, ടാനിങ് പോലുള്ള ഒരുപാടധികം പ്രശ്നങ്ങളും ഈവൻ സ്കിൻ ക്യാൻസർ പോലും വരാൻ കാരണമായിട്ടുള്ള ഒരു വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് UV റേസ് എന്ന് പറയുന്നത്. ഇവയിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 40 മുകളിൽ SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്ത് വെളിയിൽ പോകണമെന്ന് പറയുന്നത്.
ഇന്നത്തെ കാലത്ത് സൺസ്ക്രീൻസ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് സൺസ്ക്രീനും മോയ്സ്ചറൈസറും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ട കാര്യം ഉണ്ടാവില്ല. ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ SPF ഫാക്ടർ എത്രമാത്രം അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസർ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ സമ്മർ എസെൻഷ്യൽ എന്ന് പറയുന്നത് ക്ലോത്തിങ് ആണ്. ക്ലോത്തിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അധികം കാര്യങ്ങൾ സമ്മറിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ക്ലോത്ത് ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പലപ്പോഴും കോട്ടൺ അല്ലാത്ത നൈലോണോ അല്ലെങ്കിൽ അതുപോലത്തെ മെറ്റീരിയൽസ് ആയിരിക്കും. ഇത്തരത്തിലുള്ള സിന്തറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് പകരം പ്യോർലി കോട്ടൺ മെറ്റീരിയൽസ് സമ്മറിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ലെയറിങ്, ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ടീസ് അല്ല എങ്കിൽ ചെക്ക് ഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനത്തെ സമ്മർ എസെൻഷ്യൽസ് എന്ന് പറയുന്നത് ഷെയ്ഡ്സ് അഥവാ സൺഗ്ലാസസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ഐസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. കണ്ണില്ലാത്തവന് മാത്രമേ കണ്ണിൻ്റെ വില അറിയൂ എന്ന് വരെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളെ ഇത്തരത്തിൽ സമ്മറിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സൺഗ്ലാസസ് പർച്ചേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടി, പ്രത്യേകിച്ചും സമ്മറിൽ നമുക്ക് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഷെയ്ഡ്സ് അഥവാ സൺഗ്ലാസസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വളരെ ഫാൻസി ആയിട്ട് കരുതുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഫാൻസി ഷോപ്സിൽ നിന്ന് പോലും ലഭിക്കുന്ന സൺഗ്ലാസസ് ഉണ്ട്. എന്നാൽ അത് വെറും ഫാൻസി അഥവാ ഷോപ്പിന് വേണ്ടി ധരിക്കുന്നതാണ്. അവ ഒരു തരത്തിലും നമ്മുടെ കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്ന കാര്യം പലരും അറിയുന്നില്ല. എന്നാൽ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സൺഗ്ലാസസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ മിഡ് റേഞ്ചിലുള്ള സൺഗ്ലാസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള സൺഗ്ലാസസ് ഒരുപാട് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമുക്ക് കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള മിഡ് റേഞ്ച് സൺഗ്ലാസസും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള മിഡ് റേഞ്ചിലുള്ള സൺഗ്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാടധികം ബ്രാൻഡുകളുണ്ട്. വിൻസൻ ചേസ് പോലുള്ള ബ്രാൻഡുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വളരെ ബജറ്റ് ഫ്രണ്ട്ലിയും അഫോർഡബിളും ആയിരിക്കും. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള സൺഗ്ലാസസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സൺഗ്ലാസസ് തീർച്ചയായും സമ്മറിൽ വെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് തീർച്ചയായും നമ്മുടെ കണ്ണുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സമ്മർ എസെൻഷ്യൽസിനെ പറ്റിയിട്ടാണ്. തീർച്ചയായും ഇവയെല്ലാം തന്നെ നമ്മുടെ സമ്മറിൽ നമുക്ക് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സമ്മർ സീസണിൽ വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കാനും ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക.